ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വന്നുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം എന്തോ ആയത്? പാപഭാരം മാറി. അത് നമ്മളിനി ചുമക്കണ്ട. ഭാരം ചുമന്നുകൊണ്ട് ഒരു പള്ളിയുടെ ചുറ്റിലും നമ്മൾ നടക്കണ്ട. പാപഭാരം ചുമന്നുകൊണ്ട് മെഴുകുതിരി കത്തിക്കണ്ട. ഭാരം ചുമന്നുകൊണ്ട് ഒരു പുണ്യസ്ഥാനത്തും പോകണ്ട. അതെല്ലാം കഴിഞ്ഞു. എന്നാൽ നമ്മുടെ അകത്തുള്ള ഈ 15 പിശാചുക്കളെ പുറത്താക്കണമെങ്കിൽ എന്ത് വെച്ചേ വെക്കുള്ളൂ? ഭാരം വെച്ചുകൊള്ളൂ. നിങ്ങളാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോഴേ ഈ ഞങ്ങളുടെ വടക്കേന്ത്യയിലൊക്കെ ഉണ്ട് ഈ മൂസമ്പിയും ഓറഞ്ചും ഒക്കെ അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാം മെഷീനിലാണ്. എന്നാൽ മുൻകാലങ്ങളിൽ കൈകൊണ്ട് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ തൊലിയെല്ലാം ഉരിഞ്ഞു കഴിഞ്ഞ് എനിക്ക് വാക്കുകൾ വരാതെ എന്തെങ്കിലും സഹായിക്കണം. ഹിന്ദി വാക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ആയിരിക്കും, പെട്ടെന്ന് അത് സഹായിച്ചാൽ വളരെ നന്നായിരിക്കും. അതിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് വെച്ച് എന്ത് ചെയ്യും? ആ മെഷീൻ കൈകൊണ്ട് കറക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മുൻകാലങ്ങളുണ്ട്. ഇപ്പോഴെല്ലാം മിക്സി എല്ലാമാണ്. അതിനകത്തോട്ട് വയ്ക്കും, വെച്ചിട്ട് കറക്കുന്നതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിലൊരു തടി കൊണ്ടൊരെണ്ണം വെച്ച് കീപ്പോട്ട് അമക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? എന്തിനാണ് അമക്കുന്നത്? മുഴുവൻ ജ്യൂസും എന്ത് ചെയ്യണം? വെളിയിലെടുക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ അകത്തുള്ള 15 പിശാചുക്കളെ പുറത്താക്കിയേച്ചേ കൊണ്ടുപോകത്തുള്ളൂ മേളിലോട്ട്. അല്ലാത്ത പരിപാടിയൊന്നും നടക്കുകയില്ല. ഗലാത്യർ കാരണം ഇവിടെ സ്വർഗരാജ്യം അവകാശമാക്കുന്നവരാണ് പുതിയ ഭൂമി അവകാശം, പുതിയ യെരൂശലേം അവകാശമാക്കുന്നത്. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിലേക്ക് അവകാശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 15 എണ്ണത്തിനെ എന്ത് ചെയ്യണം? പുറത്താക്കണം. അതിനാണ് ചിലപ്പം ഭാരം വയ്ക്കുന്നത്. അമ്മച്ചിക്കും അച്ചാച്ചനും കൊച്ചമ്മയ്ക്കും എല്ലാം മുതുകത്തോരോ ഭാരം കൊടുത്തിട്ടുണ്ട്. പാപഭാരമല്ല, നമ്മുടെ അകത്തുള്ള 15 എണ്ണത്തിൽ ഏതാണ്? ചിലപ്പോൾ അസൂയയാകുന്ന സർപ്പം അകത്ത് ഇങ്ങനെ കിടക്കുക. അസൂയ, പക, പിണക്കം, ഓരോന്നിങ്ങനെ അകത്ത് കിടക്കുക. അപ്പം അതിനെ പുറത്താക്കണമെങ്കിൽ ഭാരം വെച്ചേ മതിയാവുള്ളൂ. സ്തോത്രം. നല്ലവണ്ണം ഞെക്കിയെങ്കിൽ മാത്രമേ ഈ അകത്തുള്ള ജ്യൂസ് മുഴുവൻ, ഈ പാപവിഷം മുഴുവനും പോകത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ സാത്താൻ്റേതെന്ന് പറഞ്ഞ് കൈ കഴുകണ്ട. വല സാത്താന് വയ്ക്കാൻ കഴിയുകയില്ല. നിങ്ങളെ തൊടാൻ സാത്താന് കഴിയുകയില്ല. നിങ്ങളുടെ മേൽ ഭാരം വയ്ക്കാൻ സാത്താന് കഴിയുകയില്ല. ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ നിർമ്മലമായ ദൈവവചനമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ സൈക്കോളജി പറയുകയല്ല. നിർമ്മലമായ പാല്, വചനത്തിൽ എഴുതിയിട്ടുള്ള നിർമ്മലമായ. അപ്പോൾ മുതുകത്തെന്ത് ചെയ്യും? ഭാരം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. മനുഷ്യരെ നമ്മുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ അയൽവക്കത്തുകാരെ, മറ്റുള്ളവരെ നമുക്ക് വിരോധമായി പറയുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ചവിട്ടി തൂക്കുകയാണ്. മനസ്സിലായോ? ഇതിനു മുമ്പ് അയൽവക്കത്തുകാരൻ മിണ്ടത്തില്ലായിരുന്നു. അവന് പേടിയായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയൽവക്കത്തുകാരനും എടാ ഇറങ്ങടാ ബഹളം തുടങ്ങി. അപ്പം കർത്താപ്പൻ ചോദിക്കാൻ പഴയ ആളായിരുന്നു 2 അടി കൊടുത്തേനേമായിരുന്നു. അല്ല, ഞാനിപ്പോൾ പോലീസിനെ കൊണ്ടൊരു കാര്യം നടത്തുമായിരുന്നു. അതുകൊണ്ടാ അയൽവക്കത്തുകാരനെ ഇളക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുതുകത്ത് എന്ത് ചെയ്തു? അവരെല്ലാം ഭാരവും വെച്ചു. അതുകൂടാതെ മറ്റുള്ളവരെ എന്ത് മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കും. മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നെ കർത്താവിൻ്റെ ദാസന്മാർക്കറിയാൻ 2-3 പ്രാവശ്യം ടെലിഫോണും വന്നു. അവിടുത്തെ ഒരു ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ ചോപ്ര, ചീഫ് എഞ്ചിനീയർ, പുള്ളിക്കാരൻ ഇപ്പോൾ റിട്ടയറായി. വലിയ ഉയർന്ന ഫാമിലിയിലുള്ളവരാണ്, ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ വീടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ 2-2.5 കോടിയുടെ വലിയൊരു വീടൊക്കെ പണിതിരിക്കുന്നത്. അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഡിപ്ലോമാറ്റ്സും വലിയ ആളുകളാണ്. എന്നാൽ ഇവർക്ക് രക്ഷയിലേക്ക് വരുവാനിടയായി. അവരുടെ മകൾ ഒരു ഷെല്ലി എന്ന് പറഞ്ഞ സഹോദരി, അവൾക്ക് ഏകദേശം ഒരു നല്ലൊരു എക്സിക്യൂട്ടീവാണ്. ഏകദേശം 1 ലക്ഷത്തോളം അടുത്ത് അവൾക്ക് പ്രതിമാസം ശമ്പളമുണ്ട്. മാസത്തിൽ 1, 2, 3 ചിലപ്പോൾ 3 പ്രാവശ്യം അമേരിക്കയിൽ പോയി വരും. അവരുടെ കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അവളുടെ ഭർത്താവും നല്ലൊരു എക്സിക്യൂട്ടീവാണ്, നല്ല ശമ്പളവും നല്ല ഇത്.
ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങി. ഭർത്താവ് വിശ്വാസിയല്ല, ഭാര്യ ഷെല്ലി വിശ്വാസി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവളാണ്. അവരുടെ വീട്ടിൽ പ്രയാസമുണ്ടായി. ഭർത്താവ് വീടിനകത്ത് വീട് പൂട്ടി ബഹളമുണ്ടാക്കി. അവൾ ആരാധനയ്ക്ക് പോയതിന് ബഹളമുണ്ടാക്കി. ഒരു വലിയ ബഹളമുണ്ടായി. ഏതാണ്ടൊക്കെ നടന്നു. ഇവൾക്ക് നാളെയോ മറ്റന്നാളോ അമേരിക്കയ്ക്ക് പോകണം. അവിടെ പാസ്പോർട്ട് എല്ലാം അകത്താണ്, ഭർത്താവ് എല്ലാം അകത്ത് പൂട്ടിയിട്ടു. എനിക്ക് രാത്രി ടെലിഫോൺ വന്നു, ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? പോലീസിനെ കൊണ്ടുവന്ന് തുറപ്പിക്കണോ, പ്രാർത്ഥിക്കണോ, എന്തുവാ ചെയ്യേണ്ടത്? ചീഫ് എഞ്ചിനീയറും ഭാര്യയും പ്രായമുള്ളവരാ. രാത്രി 11 മണിക്ക് വീടിൻ്റെ വാതിക്ക നിൽക്കുക. അവർക്ക് അവരുടെ ഫാമിലിയിൽ SP, സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ട്, IG മാരുണ്ട്. ടെലിഫോൺ ചെയ്താൽ അവരെല്ലാം വരും, സഹായിക്കും. എനിക്ക് ടെലിഫോൺ ചെയ്ത് ചോദിക്കുക, കർത്താവിൻ്റെ ദാസനെ ഞാൻ എന്ത് ചെയ്യണം? രാത്രി മുഴുവൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ ഞാൻ പറഞ്ഞു, അവരുടെ വരാന്തയിൽ നിങ്ങളുടെ മറ്റേ വീട്ടിൽ അവരുടെ സ്വന്തം വീട് 2 കിലോമീറ്റർ ദൂരെയുണ്ട്. അവിടെ നിന്ന് ചെന്ന് ഞാൻ പറഞ്ഞു, വല്ല ഷീറ്റ് വല്ലതും എടുത്ത് നിങ്ങൾ അവിടെ വരാന്തയെ കിടന്നോളാൻ പറഞ്ഞു. ആരോടാ പറയുന്നത്? എയർ കണ്ടീഷൻ, അവരുടെ വീട്ടിൽ എപ്പോഴും എയർ കണ്ടീഷനിൽ കിടക്കുന്നവരാ. എയർ കണ്ടീഷൻ കിടക്കുന്നവർ ഇത്ര വലിയ ആളുകൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? കർത്താവിൻ്റെ സുവിശേഷ നിമിത്തം എവിടെ കിടക്കേണ്ടി വരുന്നു? വാതിക കിടക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യം നടന്നില്ല. അപ്പോൾ ഇന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ അവരെല്ലാം കൂടെ ഇതായി. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും FIR കൂടെ ചെയ്യാൻ പാടില്ല, പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ദൈവസഭയുടെ അംഗമായി തീരണമെന്നുണ്ടെങ്കിൽ പോലീസിൽ പോകാൻ പാടില്ല. പോലീസിൽ പോയാൽ 1 മിനിറ്റ് കൊണ്ട് പോലീസ് വന്ന കാര്യങ്ങളെല്ലാം വാതിൽ തുറന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ടെലിഫോണിൽ ചോദിച്ചു, യഹോവയായ ദൈവത്തിൻ്റെ സഹായം വേണോ അതോ പോലീസിൻ്റെ സഹായം വേണോ? ഞാൻ മിസ്റ്റർ ചോപ്രയുടെ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഏതോ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ മരുമകനെ നിങ്ങളുടെ പുറത്ത് കയറ്റി ഓടുവാനാക്കിയിരിക്കുകയാണ്. വളരെ വേദനയുള്ളതാണ്. ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കേരളത്തിലുള്ള ദൈവമക്കളാണ് ഉടനെ തന്നെ ടെലിഫോൺ ചെയ്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ പോലീസിനെ കൊണ്ടുവന്ന് യേശുവിൻ്റെ നാമത്തിൽ കഥകളെല്ലാം തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. എല്ലാം യേശുവിൻ്റെ നാമത്തിലായിരിക്കും ചെയ്യുന്നത്, അല്ലയോ? അങ്ങനെയല്ലയോ ചെയ്യുന്നത്? എന്നാൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് വഴി. യേശുവിൻ്റെ നാമത്തിൽ അതിനേക്കാൾ നിങ്ങൾ കൊച്ചു മക്കളെ പിടിച്ച് അടിക്കാനായിട്ടൊന്ന് പിടിക്കുമെന്ന് വിചാരിച്ചു. മോനൊന്ന് അടി കൊടുക്കണം, അവനൊന്ന് ഓടിയാൽ നിങ്ങൾ എത്ര പേര് കൈകൊട്ടും? ഞാൻ എൻ്റെ മകനെ ഒന്ന് ശിക്ഷിക്കാനായിട്ടൊന്ന് പിടിച്ചു, ഒന്ന് അടിക്കാൻ നോക്കിയപ്പോൾ അവൻ എന്നെ വിട്ട് ഓടിപ്പോയി. കണ്ടോ എൻ്റെ മകൻ ഓടിപ്പോയത് കണ്ടില്ലയോ? എന്ന് എത്ര പേര് കൈകൊട്ടും? ഒല്ലോ ഞാനാണെങ്കിൽ അവൻ ഓടാൻ വയ്യാത്തിട്ട് പിടിച്ചിട്ടടിക്കും. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ചെറിയ പരീക്ഷയിൽ ഓടിപ്പോയാൽ സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ ഇവനെ പിടിക്കാവുന്നത്, ഇവൻ ഓടരുത്, അതുപോലെ പിടിക്കും. ഏതായാലും പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുക, ഇനി ശരിയാക്കി എവിടെ കൊണ്ടുപോകണം? നിത്യനിത്യമായ ഭവനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ കുറച്ച് മുതലുമുടക്കുള്ളതാ. ദൈവരാജ്യം കാണാൻ ഫ്രീ ആയിരുന്നു, പ്രവേശിക്കാൻ ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ദൈവരാജ്യത്തിന് എന്ത് ചെയ്യണം? മുതൽ ഗുണം. ഫിലിപ്പിയർ 2:12 വായിച്ചിട്ട് ഇപ്പോഴത്തേക്ക് അവസാനിപ്പിക്കാം. ബാക്കി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഇതെങ്കിൽ ബാക്കി തുടരാം. ഫിലിപ്പിയർ 2:12 വായിച്ചാൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് നിങ്ങൾ ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷയുടെ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ 3 ഫേസ് ഉണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. വി ആർ സേവ്ഡ്, ബീയിങ് സേവ്ഡ്, ഷാൽ ബി സേവ്ഡ്. ഇപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് മുഴുവനും കർത്താവായ യേശു ക്രിസ്തു ചെയ്തു തീർത്തു. എന്നാൽ നമ്മിലുള്ളതായ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ ഓരോന്നോരോന്നായി പുറത്തു മാറ്റുവാൻ നമ്മൾ പലതും ചെയ്തേ മതിയാകുകയുള്ളൂ. അത് നാം തന്നെ ചെയ്യണം. നമ്മിലുള്ള കോപ സ്വഭാവം, നമ്മിലുള്ള
ജഡസ്വഭാവം, നമ്മിലുള്ളതായ ഈർഷ്യ, പിണക്കം, വൈരാഗ്യം, അസൂയ, ഇതെല്ലാം ഈ പാമ്പുകളെ എല്ലാം നമ്മൾ പുറത്താക്കിയെങ്കിൽ മാത്രമേ പുതിയ വിശുദ്ധിയേറിയതും പരിശുദ്ധവുമായ പുതിയ ഭൂമിയിലും പുതിയ യെരൂശലേമിലും പാർക്കുവാൻ നമ്മൾ യോഗ്യരാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ ഓർത്തുകൊണ്ട് പോകണം, ദൈവം എന്നെ വലയിലാക്കിയിരിക്കുകയാണ്, എവിടെയോ ഏതോ ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ വീണ്ടും അതിന് കീഴിൽ വാക്യമുണ്ട്, 66 ഒന്ന് ബാക്കിയൂടെ വായിച്ചാട്ട്. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു. തീയിലും വെള്ളത്തിലും കൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല ചൂട്, അത് കഴിഞ്ഞിട്ട് എടുത്ത് പെട്ടെന്ന് എവിടെ ഇടും? വെള്ളത്തിൽ. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എങ്കിലും ഹല്ലേലൂയ, എങ്കിലും നീ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നു? സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ കരങ്ങളാണ് ഇത് ചെയ്യുന്നത്. സ്നേഹത്തിന്റെ കരങ്ങളാണ് ഇത് ചെയ്യുന്നത്. അതൊന്നും നിരാശപ്പെട്ടു പോകരുത്. എൻ്റെ പിതാവേ, എന്നെ സ്നേഹിക്കുന്നവനെ, നീ എന്നെ എങ്ങനെ മെനയുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിക്കുന്നു. നിനക്കെവിടെ തൊടാൻ, എവിടാണ് പണി ബാക്കിയുള്ളത്, നീ അവിടെ തൊട്ടാലും അത് വലിയവരിലും ചെറിയവരിലും എല്ലാവരിലും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഈ അനുഗ്രഹമാണെന്ന് പറഞ്ഞു പോകരുത്. അതുപോലെ ഈ സംഭവിക്കുന്ന ശാപമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയണം, നിങ്ങൾക്ക് വേദപുസ്തകം അറിയത്തില്ല, ദൈവത്തിൻ്റെ മാർഗം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് കുറുക്കു വഴിയേ അറിയത്തുള്ളൂ. നമ്മുടെ പിതാക്കന്മാരെല്ലാം ഇതേ മാർഗത്തിൽ കൂടെ പോയവരാണ്. പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കിയാൽ അവരെല്ലാം ഇതേ മാർഗത്തിൽ കൂടെ പോയവരാണ്. പുതിയ നിയമ വിശുദ്ധന്മാരാകുന്ന നമ്മൾക്ക് നാം അവരെക്കാൾ ശ്രേഷ്ഠന്മാരാകയാൽ അവർ കടന്നുപോയതിനേക്കാൾ ആഴമേറിയ പരിശോധനയിൽ കൂടെ നാം കടന്നുപോയി നമ്മുടെ പ്രിയനെ കാണുവാൻ ഒരുക്കമുള്ളവരായിത്തീരണം. ആകയാൽ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ സ്വർഗരാജ്യം കണ്ടു, പ്രവേശിച്ചു. ഇനി എന്ത് ചെയ്യണം? അവകാശം. ഓരോരുത്തർ ഓരോ പ്രതികൂലങ്ങളെ, ഓരോ ഈ 15 എണ്ണത്തിനെ ഓരോന്നിനെ പുറത്താക്കും തോറും കുറേശ്ശെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവകാശം ആക്കിക്കൊണ്ടിരിക്കുക. അവകാശം ആയിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യം അവകാശമാക്കുക എന്ന കാര്യത്തിൽ നിങ്ങൾ ആരും പുറകോട്ട് പോകരുത് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.